ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 191 ദിവസം. ശ്രീമന്നാരായണീയം 19ാമത്തെ ദശകത്തിൽ 2ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് തപസ്സിന് പുറപ്പെട്ട പ്രചേതസ്സുകൾ. ഇന്നലെ നമ്മൾ പ്രചേതസ്സുകളുടെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു. 10 പേര് ആ പൃഥുവിൻ്റെ വംശത്തിൽപ്പെട്ട വിജിതാശ്വൻ, ഹവിർധാനൻ, ബരിഹിഷത്ത് പ്രചേതസ്സുകൾ. അങ്ങനെയാണ് വംശത്തിൻ്റെ ആ വംശപരമ്പരയുടെ യാത്ര. അപ്പം ഇത്തരത്തിൽ ആ പ്രചേതസ്സുകൾ ബരിഹിഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രാചീന ബരിഹിസിൻ്റെ നിർദ്ദേശമനുസരിച്ച് പടിഞ്ഞാറേ കടൽക്കരയിൽ എത്തിയപ്പോൾ അവിടെ ഒരു പൊയ്ക കണ്ടു എന്ന് പറയുകയാണ്. ആ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചൊല്ലുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം, പിന്നീട് ശ്രീഹരീയം, ഒരു നിഴൽ നാരായണീയം. പിതുസ്സൃക്ഷാനിരതസ്യ ശാസനാൽ ഭവത്തപസ്യാഭിരതാ ദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. ശുശ്രൂക്ഷാനിരതസ്യ പിതു ശാസനാൽ. ശുശ്രൂക്ഷ, സൃഷ്ടിയിൽ തൽപരനായ അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് ഭവത്തപസ്യാഭിരതാഹ തേ ദശ അപി. അവിടുത്തെ കുറിച്ച് തപസ് ചെയ്യാനൊരുങ്ങിയ അവർ 10 പേരും. പ്രചേതസ്സുകൾ 10 പേരാണ് എന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചു. ആ 10 പേരും
പശ്ചിമം പയോനിധിം ഏത്യ, പടിഞ്ഞാറേ സമുദ്രത്തിന്റെ അടുക്കൽ ചെന്നപ്പോ തത്തടേ, അതിൻ്റെ കരയിലായിട്ട് മനോഹരം സരോവരം സന്തദൃശു, അതിമനോഹരമായ വിശേഷമായിട്ടുള്ള ഒരു സരോവരം, ഒരു പൊയ്ക കണ്ടു എന്ന് പറയുന്നു. അപ്പൊ പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കണം എന്ന് അച്ഛനായ പ്രാചീന ബർഹിസ് പറഞ്ഞപ്പോ തപസ്സുകൊണ്ട് മാത്രമേ ഏറ്റവും ഉത്തമമായ സൃഷ്ടി മാത്രമല്ല ഏത് പ്രവൃത്തിയും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിലേ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ കപിലന്റെ കഥയിൽ നമ്മൾ കേട്ടു കർദവ പ്രജാപതി ഭഗവാനെ തപസ് ചെയ്തത്. ഇതേപോലെ ഈ പ്രചേതസ്സുകൾ പ്രാചീന ബർഹിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തപസ് ചെയ്യാൻ വന്നത്. അപ്പൊ തപസ് ചെയ്യാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ പടിഞ്ഞാറേ സമുദ്രത്തിന്റെ തീരത്ത് അവർ മനോഹരമായിട്ടുള്ള ഒരു പൊയ്ക കണ്ടു, ഒരു താമരപ്പൊയ്ക. ആ താമരപ്പൊയ്കയുടെ സമീപത്ത് മഹാദേവൻ വന്ന് ഭഗവാനെ സ്തുതിക്കാനുള്ള സ്തോത്രം ഉപദേശിച്ചു എന്നാണ്. അതുകൊണ്ട് ആ പൊയ്ക പിന്നീട് രുദ്രതീർത്ഥം എന്നറിയപ്പെട്ടു. അതാണ് നമ്മൾ പൊന്നുഗുരുവായൂരപ്പൻ്റെ വടക്ക് ഭാഗത്ത് ആ ക്ഷേത്രക്കുളം അല്ലെങ്കിൽ വടക്കേ ചിറ എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളം. അപ്പോൾ ആ പൊയ്ക കണ്ടു. ഇനി ആ പൊയ്കയിൽ നിന്ന് സാക്ഷാൽ മഹാദേവൻ വരുന്നതായിട്ടുള്ള രംഗമൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലാം, പിന്നീട് ശ്രീഹരിയും. പിതുസ്സൃക്ഷാനിരതസ്യ ശാസനാൽ ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. ഇനി ശ്രീഹരിയം. നാരായണ 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 ശ്രീവാതനാഥ. പിതാവിൻ്റെ നിയോഗത്താൽ തപസ്സിനായി പുറപ്പെട്ടു പ്രചേതസ്സുകളാം ദശതനയന്മാരും പടിഞ്ഞാറു സമുദ്രത്തിൽ സമീപത്തു എത്തിച്ചേർന്നു. പവിത്രമായിടുന്നൊരു പൊയ്കയും കണ്ടു. നാരായണ 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 ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു ജിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.